സാർ ഇവർ സമ്മേളനം നടത്തി 84 സമ്മേളനം നടത്തിയ ഞങ്ങളോട് പറയുകയാണ് സമ്മേളനം നടത്താൻ അറിയാമോന്ന് സാർ. ഇവരുടെ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ് സാർ? എന്താണ് സാർ ഇവരുടെ റെപ്രസെന്റേഷന്റെ മാനദണ്ഡം? സാർ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാരിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒറ്റ മന്ത്രി പോലുമില്ല ഈ മന്ത്രിസഭയിൽ. സാർ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഏതാണ്ട് 100 വർഷത്തെ പഴക്കമുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പോളിറ്റ് ബ്യൂറോയിൽ ആദ്യമായി ഒരു പട്ടികജാതിക്കാരൻ വന്നത് 2022 മാത്രമാണ് സാർ. എന്തൊരു ഗതികേടാണ് സാർ. സാർ ഈ രാജ്യത്ത് പട്ടികജാതിക്കാരന് ഒരുപാട് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിഷിദ്ധമായിരുന്നു സാർ. ഈ രാജ്യത്ത് പട്ടികജാതിക്കാരന് വേണ്ടിയിട്ട് ഈ നാട് നടത്തിയ നവോത്ഥാനം പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. സാർ ഈ രാജ്യത്ത് പട്ടികജാതിക്കാരന് പ്രവേശനമില്ലാത്ത 2 ആരാധനാലയങ്ങൾ, ഒന്ന് RSSന്റെ സർസംഘചാലക പദവിയും പിന്നൊന്ന് CPM-ന്റെ സെക്രട്ടറി പദവിയല്ലേ സാർ? ആ പാർട്ടിക്കാരല്ലേ സാർ ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നത്? സാർ ശ്രീ MV ഗോവിന്ദൻ, അദ്ദേഹത്തെ ഞാൻ രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടെന്ന് അഭിവാദ്യം ചെയ്യുന്നു. അദ്ദേഹത്തോടുള്ള ഒരു അഭ്യർത്ഥന, ഇനിയെങ്കിലും AKG സെന്റർ എന്ന് പറയുന്നത് ക്ലിഫ് ഹൗസിന്റെ എക്സ്റ്റൻഡഡ് പാൻട്രി ഹൗസ് ആക്കി മാറ്റുന്ന വ്യവസ്ഥയിൽ നിന്ന് ഒരു നേർത്ത തിരുത്തലെങ്കിലും വരുത്തുവാൻ അങ്ങേക്ക് കഴിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. ഇവിടെ കേരളത്തിന്റെ ബഹുമാനനായ റവന്യൂ വകുപ്പ് മന്ത്രി ഇരിപ്പുണ്ട്. കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയോട് ഒരു പോയിന്റ് ഓഫ് ഓർഡർ സൂചിപ്പിക്കാനായിട്ടുള്ളത് ഉണ്ടോന്ന് നോക്കട്ടെ. CPM എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുകയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ്. ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് AKG സെന്റർ. ആ AKG സെന്ററിനെ ഒരു പാൻട്രി ഹൗസായി ആക്ഷേപകരമായി ഉന്നയിച്ചത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. കേരളത്തിന്റെ ബഹുമാനനായ റവന്യൂ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട് സാർ. അങ്ങയുടെ ഒരു കണ്ണീരിനെ അങ്ങയെ തന്നെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് സാർ. പത്തനംതിട്ട ജില്ലക്കാരനായ ശ്രീ നവീൻ ബാബു, ഇവിടെ ഇപ്പോൾ ഈ ശബ്ദമുണ്ടാക്കിയ ഈ CPM-കാർ പിടിച്ച അതേ കൊടി തന്നെ പിടിച്ച ആ മനുഷ്യനെ കാത്ത് ഒക്ടോബർ മാസം 15-ാം തീയതി രാവിലെ 5 മണിക്ക് ആ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് പിഞ്ചു പെൺമക്കളും റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയായിരുന്നു സാർ. റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന റെയിൽവേ സ്റ്റേഷനിൽ നവീൻ ബാബുവിന്റെ കാര്യം പറയുമ്പോ എന്തിനാണ് സാർ ഇങ്ങനെ പൊള്ളുന്നത്? നവീൻ ബാബുവിന്റെ കാര്യം പറയുമ്പോ എന്തിനാണ് സാർ ഇങ്ങനെ പൊള്ളുന്നത്? ഇല്ല സാർ നവീൻ ബാബുവിന്റെ കാര്യം പറയുമ്പോ ഇങ്ങനെ പൊള്ളുന്നത് എന്തിനാണ് സാർ? നവീൻ ബാബുവിന്റെ കാര്യം പറയുമ്പോ ഇങ്ങനെ പൊള്ളുന്നത് എന്തിനാണ് സാർ? കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയോട് ഓർമ്മപ്പെടുത്തുകയാണ് സാർ. ആ ഉദ്യോഗസ്ഥരെ ആണ് സാർ കൊന്നുകളഞ്ഞത്. സാർ ആ രംഗമൊന്ന് ആലോചിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ സംസാരിച്ചു നിർത്തൂ സാർ. എനിക്ക് സംസാരിക്കാൻ സമയം തരണ്ടേ സാർ? ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുകയല്ലേ സാർ? സമ്മപ്പിയാൻ സാർ എന്റെ സമയം സാർ ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു സാർ. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം റവന്യൂ വകുപ്പ് മന്ത്രിയോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് സാർ. ആ മനുഷ്യൻ ഇടതുപക്ഷത്തിന്റെ കൊടി പിടിച്ച CPM-ന്റെ കൊടി പിടിച്ച ആ യൂണിയന്റെ ഭാഗമായിരുന്ന ആ മനുഷ്യൻ സമയം മുഴുവൻ സമയം തരില്ല. അടുത്ത ആളിനെ സമയം മുഴുവൻ നിങ്ങൾക്ക് സമ്മപ്പിക്കാനുണ്ടോ സാർ? വെളുപ്പിന് 5 മണിക്ക് ആ കുടുംബം റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ് സാർ. ട്രെയിൻ വന്നിറങ്ങുമ്പോ ഓരോ ആളുകളായി ആ കോച്ചിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ആ കുടുംബം പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് സാർ. ആ കുഞ്ഞുങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും അടുത്തത് ഇറങ്ങാൻ പോകുന്ന എന്റെ അച്ഛനാണ്. നാട്ടിലേക്ക് വരുന്ന ഞങ്ങളുടെ പിതാവിനെ വാരി പുണർന്ന് ഒരു ഉമ്മ കൊടുക്കണം. ആ കുഞ്ഞുങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും, തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാകും സാർ. ആ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക്
ആ ഭാര്യയുടെ മുന്നിലേക്കാണ് ആ മനുഷ്യൻ മൃതശരീരമായി വന്നത്. ശരി, കൊന്നുകളഞ്ഞതാണ് സാർ, ശരി, ശരി. കൊന്നുകളഞ്ഞതാണ് സാർ. ആ കൊന്ന കേസിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരെ സംരക്ഷിക്കാതെ ബഹുമാന്യനായ റവന്യൂ മന്ത്രിയോട് പറയാനായിട്ടുള്ളത് അങ്ങ് ശ്രീ- വീട്ടിൽ പോയി കരയുന്നത് കേരളം കണ്ടതാണ്. അങ്ങ് കരയുന്നത് കേരളം കണ്ടതാണ്. അങ്ങയുടെ കണ്ണീരിനെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, Yes, ഈ നാടിന് വിശ്വാസമുണ്ട്. CPM-കാരന്റെ എത്ര വലിയ സമ്മർദ്ദമുണ്ടായാലും ശ്രീ കെ എത്ര വലിയ പ്രേംകുമാർ സമ്മർദ്ദമുണ്ടായാലും അങ്ങയുടെ കണ്ണീരിനോട് നിരഞ്ജനയുടെയും നിരുപമയുടെയും കണ്ണീരിനോട് ശ്രീ കെ പ്രേംകുമാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.